സെൻട്രൽ സെക്രട്ടേറിയറ്റ് ജോലി, പേരിന്റെ കൂടെ IAS എന്ന 3 അക്ഷരം. അമ്മ പ്രൊഫസർ, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. കേൾക്കുമ്പോ എന്താ, തികഞ്ഞ യോഗ്യന്മാര്. പക്ഷെ മനസ്സിപ്പോഴും പഴയ ഫ്യൂഡൽ പീരീഡിന്റെയാ. എന്താണെന്നറിയില്ല. കുട്ടിക്കാലം തൊട്ടേ അച്ഛൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചിരുന്ന ഉടുപ്പുകൾ ഒന്നുകിൽ എനിക്ക് പാകമായിരുന്നില്ല, അല്ലെങ്കിൽ ഞാനത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുപോലെ കളിപ്പാട്ടങ്ങളും. അതുതന്നെയാണ് അച്ഛനും അമ്മയെ എനിക്ക് വേണ്ടി കണ്ടുവച്ച ചെറുപ്പക്കാരന്റെ കാര്യത്തിലും സംഭവിച്ചത്. അരുൺ നായർ. എന്താ അയാൾക്കൊരു കുറവ്? എഡ്യൂക്കേറ്റഡ് അല്ലേ, ഗുഡ് ലുക്കിംഗ് അല്ലേ? എല്ലാറ്റിലും കൂടുതൽ. ഡു യു നോ വാട്ട് ഈസ് ഹിസ് മന്ത്ലി ഇൻകം? എ ബോയ് ഓഫ് ഹിസ് ഏജ്? But I don't like him. എനിക്ക് ഇഷ്ടമല്ല, ഇഷ്ടമല്ല, ഇഷ്ടമല്ല. എൻഗേജ്മെന്റ് റിംഗ്. എൻ്റെ ഇഷ്ടം നോക്കാതെ തന്നെ ഒരു സ്വർണ്ണമോതിരത്തിൻ്റെ രൂപത്തിൽ അച്ഛനും അമ്മയും അയാളെ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരികയായിരുന്നു. നമുക്ക് ലിവിംഗ് റൂമിലിരിക്കാം. താൻ എന്നെ വല്ലാതെ വിഡ്ഢിയാക്കുന്നുണ്ട്. മാരേജിന് മുമ്പ് ആ എക്സ്റ്റെൻഡ് വരെ പോകണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, പക്ഷെ ഒരു ലൈറ്റ് റൊമാൻസിന് പോലും ചാൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ മിസ്റ്റർ അരുൺ, ബിഹേവ് യുവർ സെൽഫ്. വാശി കയറ്റുക, അരുണിനെ വാശി കയറ്റുക. അനിത, ജസ്റ്റ് ഒരു ജോക്ക്. ഞാൻ തന്നെ കാണാൻ വന്നതാ. അടിച്ചോ ശാസിച്ചോ അനുസരിപ്പിക്കാൻ ഞാൻ കൊച്ചുകുട്ടിയല്ല. ഇതത്ര നിസ്സാരമായ കാര്യമല്ല. എന്റെ തീരുമാനം ഇത് തന്നെയാണ്. ഒരിക്കലും അയാളെ മാരി ചെയ്യാൻ എനിക്കാവില്ല. ഷട്ട് അപ്പ്. എന്റെ തീരുമാനം ഈ വിവാഹം നടത്തുമെന്ന് തന്നെയാണ്. നീ പറയും പോലെ അതെന്റെ ഈഗോ ആവാം. ആ ഈഗോ തന്നെയാണ് ഇന്ന് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. അവനെന്തോ ഒരു കുസൃതി കാണിച്ചെന്ന് കരുതി. കുസൃതി? ആ കുസൃതി നാളെ അയാളെ എന്റെ അമ്മയോട് കാണിക്കില്ല എന്ന് അച്ഛൻ എന്താ ഉറപ്പ്? എടി നിന്റെ നാക്ക് ഞാൻ. പിന്നീട് ഞാൻ വെയിറ്റ് ചെയ്തില്ല. വീട് വിട്ടോടി. ഡൽഹിയിൽ നിന്നും ട്രെയിൻ നീങ്ങിയപ്പോൾ ആദ്യം ചെയ്തത് ആ മോതിരം ഊരി എറിയായിരുന്നു. ഒരിടമുണ്ടെന്നറിയായിരുന്നു. ഓർമ്മ വെച്ചപ്പോൾ മുതൽ ഒരുപാട് സ്നേഹവും വാത്സല്യവും തന്ന അങ്കിളും ആൻറ്റിയും. അവരിറങ്ങിപ്പോകാൻ പറയുമ്പോഴല്ലാതെ എനിക്കൊരു തിരിച്ചുപോക്കുണ്ടാവില്ല. ലക്ഷ്മി, വൈകിട്ട് ഒറ്റയ്ക്ക് മറങ്ങേണ്ടി വരും. ഞാൻ ഉണ്ടാവില്ല. അനന്താ, എനിക്ക് വഴി തെറ്റൊന്നുമില്ലല്ലോ. കോഴി മുഴുവൻ വിറ്റ് തീരാണെങ്കിൽ നടന്നു പോയാൽ എനിക്കെന്താ പാട്? അപ്പൊ എന്റെ കൂടെ വരാനുള്ള ഇഷ്ടം കൊണ്ടല്ല, ഈ കോഴിക്കോട് ചന്തയിലെത്തിക്കാൻ എളുപ്പാ നീ നോക്കുന്നത് അല്ലേ? പിന്നല്ലാതെ. പിന്നാരം പറയാണ്ട് വേമ്പ് പാൽ കൊണ്ട് കൊടുക്കാൻ നോക്കുക. എനിക്ക് മടുത്തു ഈ എരുമച്ചാണത്തിനിടയിലെ ജീവിതം. ഞാൻ കോയമ്പത്തൂർക്ക് പോവാ. അവിടെ മാമൻ ജോലി ശരിയാക്കി തരാന്നാ എന്നോട് പറഞ്ഞേ. എടാ ചെറുക്കൻ, നിന്റെ തലയുടെ കല്ലിളകിയിരിക്കാം. ഇപ്പൊ ജോലി ചെയ്ത് അന്തസ്സായി ജീവിക്കുന്നില്ലേ? അതിന്റെ വില നിനക്ക് അറിയാഞ്ഞിട്ടാ. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തിനും ധൈര്യമാണ്. പിന്നെ അത് കൊള്ളാം. ഞാൻ എങ്ങനെ ചെറുക്കൻ്റെ കൂടെ വരുന്നത്? എന്താ വന്നാൽ ചുമ്മാ തല്ലടി. മഞ്ഞക്കാരൊരു താലിയും കെട്ടിച്ചുകൊണ്ടുവന്ന കാര്യമാണ് പറയുന്നത്. വട്ടാ, നിനക്കൊരു നെല്ലിക്കാത്താളോ അത്യാവശ്യം വേണ്ടത്. பொம்பளை மனுஷன் நம்ப கூடாது. അങ്ങനെയൊന്നുമില്ല. ലക്ഷ്മിക്ക് എന്നോട് ഇഷ്ടം. ஆமா ஆமா. யாருது? அப்போ திரும்பி போகலையா? ഇല്ല. என்னது கோழி பிசினஸா? അങ്ങനെ ചില ചുറ്റുക്കളൊക്കെ ആയിട്ട് ഇവിടെ കൂടാന്ന് വെച്ചു. நல்லது. உங்க புது பிசினஸுக்கு என் நல்வாழ்த்துக்கள்.
അല്ല എന്തായത് ഏത്? ഇവിടെ ഉള്ളതൊന്നും പോരാഞ്ഞിട്ടാ പുതിയൊരു ഇറക്കുമതി. നിങ്ങൾ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഒരു തൊന്തരവ് പാർട്ടിയാന്ന്. കൊച്ചേ, നീ എന്റെ ഇന്ന് രാവിലെ കേൾക്കും. പിന്നെ ഇതിലൊന്നും ലക്ഷ്മി വരലില്ല. കോഴി വാങ്ങലിയാ കോഴി. അയ്യാ അമ്മ വാങ്ങ വാങ്ങ അയ്യാ വാങ്ങ അയ്യാ കോഴി കിലോ 35 രൂപതാ. വാങ്ങ അയ്യാ കോഴി വാങ്ങ വാങ്ങ കോഴി. അയ്യാ കോഴി വാങ്ങലിയാ സാർ? കോഴി വാങ്ങലിയാ? என்ன விலை கிலோ? 35 ரூபாய் தான். 35 ரூபா 350 ரூபா கொடுக்கலாமே. கொஞ்சம் கிட்ட வரீங்க? கோழி வாங்குறீங்க? ஒரு கோழி போடுமா. ஐயா ஒரு 1/4 கிலோ கூட இருக்க பரவாயில்லையா? பரவாயில்ல போடுமா. காப்பியா காப்பியா இப்படி காப்பியா காப்பியா காப்பியா. என்ன சார் கை நீட்ட முடிச்ச லட்சணமே இல்லையே. இல்ல இப்படி சும்மா உட்கார கூடாது, சத்தமாய் கத்தணும். கோழி கோழി அப்பதான் கூட்டம் வந்துடும். എനിക്കിപ്പോ ഇത്രയൊക്കെ പറ്റൂ. സൗകര്യമുള്ളവരൊന്ന് വാങ്ങിച്ചാ മതി. അറുപോണേ എന്റെ കച്ചവടം നേരത്തെ തീരും. എന്നാ കെട്ടിപ്പൂട്ടി പോടി. ഒഴികെ என்ன ഊത്തിടാ. அதுவா கோழி என்னம்மா? வாங்க கோழி 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 கிலோ 35 ரூபாய் கோழி. வாங்க வாங்க கோழி. ആരും ഉറങ്ങിയില്ലേ? തന്നെയും കാത്തിരിക്കുകയായിരുന്നു. എന്റെ ദൈവമേ, ഇത് കേട്ടോ, എന്നെയും കാത്ത് ഉറങ്ങാതിരിക്കാൻ ഈ ഭൂമിയിൽ ആളുണ്ടായിരിക്കുന്നു. കുടിച്ചിട്ടുണ്ടോ? ഇല്ല, കുളിച്ചിട്ടുണ്ട്. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ബിസിനസ്? കലക്കി കളഞ്ഞില്ലേ, ഒരു കോഴിയെ വിറ്റ്. പക്ഷെ മേജർ സാഹൻ നമ്മുടെ കൂരിമെമ്പിൽ ഒരു പെണ്ണില്ലേ ലക്ഷ്മി, അവൾ എന്നെ വഹിച്ചോളൂ. അല്ല, രണ്ടിലൊന്നും അറിയാതെ ശിവൻ പിന്മാറിയല്ല, അത് പറയാൻ കാര്യം ചില പുതിയ ബിസിനസ് ട്രിക്സ് ഒക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ശരി, നമുക്ക് കാലത്ത് സംസാരിക്കാം. ശിവൻ പോയി കിടന്ന് ഉറങ്ങാം. ശുഭരാത്രി, ഗുഡ് നൈറ്റ്. രാത്രി വിമാനം പറത്തി കളിക്കുന്നതാരാ? മേജർ സാറാ? സ്വന്തം പരാജയം മറച്ചു വയ്ക്കാൻ അടിച്ചു പൂസായി വന്ന ഡയലോഗ് കാച്ചുന്നത് വലിയ ഗ്രേറ്റ്നെസ് ഒന്നുമല്ല. ദാറ്റ് ഈസ് റിയൽ അലവലായത്തരം. என்னம்மா இது கூட பிடிச்சிக்கோ. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഒരു ഗ്ലാസും കൂടെ വേണേ പോകും. போதும், எல்லாம் சொன்ன மாதிரி செஞ்சா ஒரு கிளாஸ் கூட தர்றேன். കാശും തരണം. ഓ തരാം. കള്ള ചടവാക്കോ? എന്ത് തന്നെയാലും വരെ മോന്റെ മോളല്ലേ. ஏய், ஒரு ஸ்மால் கிடைச்சா இந்த கிழவி சொந்தம் பந்தம் ஒன்றும் பார்க்காது. நீங்க பாருங்க. നിർത്തടി നിർത്ത. എന്താ മുത്തിയമ്മേ ഇന്ന് കാലത്തിനെ പൂശിയിട്ടുണ്ടല്ലോ. ഞാൻ പൂശുവോ വരട്ടോ ഒക്കെ ചെയ്യും. നീ ഇത് കണ്ടോടി? ദീനം വന്ന് ചത്ത കോഴിയാണോടി വിറ്റ് കാശുണ്ടാക്കുന്നത്? ഞാൻ പറ്റതോ? നിങ്ങൾക്ക് വല്ല അസുഖമുണ്ടോ? അസുഖം നിന്റെ തന്തയ്ക്കാ. ഇത് പാത്തിയാ ദീനം വന്ന് ചത്ത കോഴി ആരും വാങ്ങിക്കൊണ്ടു പോകരുത്, രോഗം പിടിക്കും. മുത്തിയമ്മേ ദേ വെറുതെ അനാവശ്യം പറഞ്ഞുണ്ടാക്കല്ലേ കേട്ടോ. ഇந்தாமா கோழி இப்படி பணத்தடு. முதல்ல பணத்தை கொடுமா. இல்லங்க இந்த மாதிரி போய் சொல்லுது. അല്ലല്ല, ഞാൻ പറഞ്ഞത് നേരാ. നിങ്ങൾ ആരും വാങ്ങിക്കൊണ്ട് പോകല്ലേ, രോഗം പിടിക്കും. ஐயோ முத்தியம்மே എന്താ ഇത്? இந்தாமா பணத்தை எடுத்து கொடுமா. பணத்தை எடுத்து கொடு. இல்லங்க. விடு பணத்தை. பணத்தை எடுத்து கொடு. കോഴി വാങ്ങ വാങ്ങ, നല്ല കോഴി, നല്ല ഇറച്ചി കോഴി. கோழி என்ன விலை? വിലയെല്ലാം കമ്മിതാ, കിലോ 30 രൂപ. 30 ரூபாயா? அந்த அம்மா 35 ரூபா சொல்லுது. அதெல்லாம் ஏமாத்தி பத்திக்கிறாங்க. நான் அப்படிப்பட்ட ஆள் அல்ல. எனக்கு 2 கோழி வாங்க, கொடுக்கறேன் எனக்கு 2 கோழி கொடுங்க. இருங்க 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 இருங்கயா. கொடுங்க. ஒரு கிலோ போதுங்க. என்ன கொஞ்சம் அனுப்பிச்சிருப்பா. சீக்கிரம் சார். நல்ல கோழியை பார்த்து போடுப்பா. பாருங்கம்மா, இதெல்லாம் இந்த ஊர் கோழியே இல்ல, வெளியூர்ந்து கொண்டு வந்திருக்காங்க. நமக்கு போடுங்க சார்.